ഇസ്രയേലിൻ്റെ ആയുധങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ മക്കളെ എന്ന് ജയറാം ഒരു ഷോയിൽ പറഞ്ഞ അവസ്ഥയാകുമെന്ന് അറിഞ്ഞിട്ടും നേരെ ചെന്ന് ചൊറിഞ്ഞു കൊടുത്തു. ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് മുമ്പിൽ ഞെട്ടിത്തരിച്ച് നിൽക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ച സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്തിട്ട് അധിക കാലം ആയിട്ടില്ലെന്ന്. അതിൽ കൂടി കിട്ടിയ പണിയാണിതെന്ന്. പക്ഷെ എൻ്റെ പൊന്നടാവേ നോക്കണേ, ഓരോ പൊല്ലാപ്പ് ഇവന്മാരെന്ത് ഇറക്കുമതി ചെയ്യുമെന്നും അത് എത്ര എണ്ണമാണെന്നും എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട്. മൊസാദിന്റെ തലയിൽ അത് വളരെ കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. എന്തായാലും വരും ദിവസം അറിയാം എന്തൊക്കെയാണ് എന്നും ഏതൊക്കെ ആവുമെന്നും. അപ്പോൾ എല്ലാം പിടിയിട്ടില്ലേ? ഈ അവസരത്തിൽ ഞാനൊരു ബൈബിൾ കോട്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യം. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നുവെന്ന്.